സത്യം സത്യമാ. എല്ലാ പ്രിയപ്പെട്ടവർക്കുമുള്ള സ്നേഹവും വന്ദനവും ആദ്യമേ തന്നെ അറിയിക്കുന്നു. സാധാരണഗതിയിൽ ക്രൈസ്തവരുടെ ഇടയിൽ വലിയ മാസം, വലിയ ആഴ്ചകൾ എന്നൊക്കെ പറയുന്ന ഒരു സമയത്തേക്കാണ് നാം എത്തിപ്പെട്ടിരിക്കുന്നത്. അതിനിടയിൽ പൊതുവിൽ ക്രൈസ്തവർ വളരെ താല്പര്യപൂർവ്വം ചിന്തിക്കുന്ന ഒരു വിഷയമാണ് ദുഃഖവെള്ളി അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്ന ദിവസം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈ ദിവസത്തെ പല നിലകളിൽ ആചരിക്കുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ചിലർ പറയുന്നത് യേശുക്രിസ്തുവിന് മരിക്കാനായിട്ട് സാധിക്കുകയില്ല, കാരണം അവൻ ദൈവപുത്രനാണ് എന്ന് വാദിക്കുന്ന മനുഷ്യരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തു എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ചരിത്ര സംഭവമാണ്. യേശുക്രിസ്തുവിൻ്റെ മരണം ഒരു ചരിത്ര സംഭവമായിട്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. ലോകത്തിലെ മെയിൻ ലൈൻ ഡിനോമിനേഷൻസൊക്കെ ഈ ദുഃഖവെള്ളി അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ പല നിലകളിലാണ് ആചരിക്കുകയും അതിൻ്റെ സത്യസന്ധമായ അംശങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത്. ചില ആളുകൾ ആ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ദുഃഖവെള്ളിയുടെ ദിവസം അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേയുടെ ദിവസം, വളരെ സിമ്പിൾ ഫുഡ് കഴിക്കുന്നു. ചിലർ കയ്പ് കലർത്തിയ പാനീയങ്ങൾ കഴിക്കുന്നു. ചില ആളുകൾ കാലിൽ ചെരുപ്പിടാതെ നടക്കുന്നു. ചിലർ തീർത്ഥാടനത്തിന് പോകുന്നു. ഇനിയും ചില ആളുകൾ ചർച്ചസിൽ പോയി ദീർഘസമയം പ്രാർത്ഥനയ്ക്കിരിക്കുന്നു. അതുപോലെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന നിലയിൽ ക്രൂശ് ചുമലിൽ എടുത്തുകൊണ്ട് ദീർഘദൂരം നടക്കുന്നു. അങ്ങനെ പല നിലകളിലുള്ള കാര്യങ്ങൾ സഭകൾ അല്ലെങ്കിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നതിനോടനുബന്ധിച്ച് ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെയാണോ വാസ്തവത്തിൽ ദുഃഖവെള്ളി എന്ന് പറയുന്ന ദിവസത്തെ ആചരിക്കേണ്ടത്? ശരിക്കും യേശുക്രിസ്തുവിൻ്റെ മരണത്തെ റിപ്രസെൻ്റ് ചെയ്യുന്ന ദിവസമായിട്ടാണ് ദുഃഖവെള്ളിയെക്കുറിച്ച് പൊതുവിൽ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇതൊരു പെരിഫറലായിരിക്കുന്ന ആശയങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. മലകൾ കയറുക, അല്ലെങ്കിൽ ആഹാരത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുക, ചെരുപ്പിടാതെ നടക്കുക എന്നൊക്കെ പറയുന്നതുകൊണ്ട് വാസ്തവത്തിൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പ്രയോജനം ഒരു മനുഷ്യനിലേക്ക് എത്തിപ്പെടാനായിട്ട് ഇടയാകുന്നുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ അർത്ഥം എന്താണ്, അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിൽ ഈ ആചാര അനുഷ്ഠാനങ്ങൾ പലപ്പോഴും മനുഷ്യരെ സഹായിക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ദിവസത്തെക്കുറിച്ച് പ്രിയമുള്ളവരെ പറയുന്ന സമയത്ത് ഒരുപക്ഷെ ചരിത്രത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് ക്രൂവൽ ഡേയ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ക്രൂരമായിരിക്കുന്ന ഒരു ദിവസമായിരുന്നു. കാരണം എന്താണ്? നീതിമാനും നിഷ്കളങ്കനുമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ക്രൂശിൽ മനുഷ്യർ നിഷ്കരുണം വധിച്ചു എന്നുള്ള കാര്യമാണ് അതിൻ്റെ പിന്നിലുള്ളത്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, തൻ്റെ കൂടെ തന്നെ ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുന്നു, നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ തൻ്റെ ഒപ്പം ക്രൂശിൽ മരണത്തിനായിട്ട് വിധിക്കപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ പറയാണ്, നാം അർഹമായതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അർഹമായത് ചെയ്തു. എന്നാൽ ഇവനോ അർഹമായതൊന്നും ചെയ്തിട്ടില്ല, ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് യേശുക്രിസ്തുവിൻ്റെ നീതി നിഷ്കളങ്കതയും ആ ക്രൂശിൽ വെച്ച് വീണ്ടും അടിവരയിട്ട് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ 47-ാമത്തെ വാക്യത്തിൽ ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ശതാധിപൻ എന്ന് പറയുന്ന ആൾ ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന റോമൻ ഓഫീസറാണ്, സോൾജിയറാണ്. യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് നേതൃത്വം കൊടുക്കാനായിട്ട് ഗവൺമെൻറ് നിയോഗിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം യേശുവിൻ്റെ മരണത്തെ ഒബ്സർവ് ചെയ്തിട്ട് പറഞ്ഞത്, ഈ മനുഷ്യൻ ശരിക്കും നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊരു കാഴ്ചപ്പാടാണ് എന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പോൾ ക്രൂശിലെ കള്ളനും ക്രൂശിലെ മരണത്തിന് നേതൃത്വം കൊടുത്ത മനുഷ്യരും യേശുക്രിസ്തുവിനെ ന്യായവിസ്താരം ചെയ്ത കോടതികളിലൊക്കെ പറഞ്ഞ കാര്യം, ഈ മനുഷ്യൻ മരണയോഗ്യമായത് അർഹിക്കുന്നില്ല, ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല, നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു എന്നാണ് ഈ വേദഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദുഃഖവെള്ളി എന്ന് പറയുന്ന ദിവസത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ ദിവസത്തെ കാണേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അന്ന് നമ്മൾ വളരെ സങ്കടപ്പെട്ട് ജീവിക്കണോ, വളരെ സിമ്പിൾ ഫുഡ് കഴിച്ചിരിക്കണോ, അല്ലെങ്കിൽ ഒന്നും കഴിക്കാതിരിക്കണോ, മലകളിൽ പോകണോ, ക്രൂശ് ചുമലിലെടുത്ത് നടക്കണോ, ചെരുപ്പിടാതെ നടക്കണോ, എങ്ങനെയാണ് നമ്മൾ ഈ ദിവസത്തെ കാണേണ്ടത് എന്നുള്ളത് വാസ്തവത്തിൽ ഗൗരവമായിരിക്കുന്ന ഒരു ചോദ്യമാണ്.
പ്രിയമുള്ളവരെ, ഗുഡ് ഫ്രൈഡേ എന്നാണ് ഇംഗ്ലീഷുകാർ അതിനെ വിളിക്കുന്നത്. അതിൻ്റെ കാരണം ഒത്തിരി നല്ല കാര്യങ്ങൾ നടന്ന ദിവസമാണ്. മനുഷ്യനെ അവൻ്റെ ഭീതിയിൽ നിന്ന് വിടുവിച്ച ദിവസം, മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തിയ ദിവസം, ഒരിക്കലും അസാധ്യമെന്ന് വിചാരിച്ചിരുന്ന ദിവസത്തെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം സാധ്യമാക്കിയ ദിവസമാണ് ഈ ഫ്രൈഡേ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുന്നത്. ഒത്തിരി നല്ല കാര്യങ്ങൾ ആത്മീകമായി, മാനസികമായി, വേദശാസ്ത്രപരമായി മനുഷ്യ ചരിത്രത്തിലെ നന്മ നടന്ന ദിവസമാണ് ക്രൂശിലെ മരണം എന്ന് പറയുന്നത്. എന്നാൽ അത് വേദനാജനകമായിരുന്നു. കർത്താവായ യേശുക്രിസ്തു അതിനൊരു വലിയ വില കൊടുത്തു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ വില കൊടുത്തത് താൻ നിർബന്ധത്താൽ വഴങ്ങി വില കൊടുത്തതല്ല, സന്തോഷത്തോടെ. എബ്രായ ലേഖനകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ താൻ മരണത്തെ ആസ്വദിച്ച് അത് സ്വീകരിച്ചു എന്നാണ് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവർ, ഈ ദിവസത്തെ നമ്മൾ സന്തോഷപൂർവ്വം കാണണം എന്ന് പറയാനായിട്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. ഒന്ന്, ജീവപര്യന്തം മരണഭീതിയിൽ കിടന്ന മനുഷ്യരെ യേശുക്രിസ്തുവിൻ്റെ മരണം മുഖാന്തരം വിടുവിച്ചു എന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഡെലിവറൻസ് ഫ്രം ദ ഫിയർ ഓഫ് ഡെത്ത്. എപ്പോൾ മരിക്കും, മരിച്ചാൽ ഞാൻ എവിടെ പോകും, എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്താണ് എന്നെ കാത്തിരിക്കുന്നത് എന്നുള്ള വല്ലാത്ത ഭയപ്പാടിൽ നിന്ന് മനുഷ്യരെ വിടുവിച്ച ദിവസമാണ് യേശുക്രിസ്തുവിൻ്റെ മരണദിനം എന്ന് പറയുന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെ വായിക്കാം: ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു എന്ന് പറയാം. മരണാധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി മരണഭീതിയിൽ കിടന്ന മനുഷ്യർ, അതിൻ്റെ അടിമകളായിട്ട് കിടന്ന ആളുകൾ. നമുക്കറിയാം, ലോകത്തിലെ ഏത് ശക്തനായ മനുഷ്യൻ്റെ മുൻപിലും തോക്ക് അവൻ്റെ നെറ്റിയിൽ ചൂണ്ടി നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ പതറിപ്പോവും. ആരോഗ്യത്തോടെ നടക്കുന്ന ഒരു മനുഷ്യൻ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ താൻ പതറിപ്പോവും. ഇനി മരിക്കാനായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ തന്നെയും തന്നോട് മരിക്കാൻ പോവാന്ന് പറഞ്ഞാൽ താൻ പതറിപ്പോവും, എത്ര പ്രായമുള്ള ആളുമാകട്ടെ. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് മരണത്തിനപ്പുറം എന്താണ് എന്ന് തനിക്കറിയില്ല. തൻ്റെ പാപങ്ങൾക്ക് ക്ഷമ കിട്ടിയോ എന്ന് തനിക്കറിയില്ല. താൻ മരിച്ച് എവിടേക്ക് പോകുമെന്നതിനെക്കുറിച്ച് തനിക്ക് ബോധ്യമില്ല. അത് തന്നെ ആ ഭയത്തിന് അടിമയാക്കി തീർക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ കാൽവരിയിലെ ക്രൂശിൽ യേശുക്രിസ്തു കഴിച്ചതായ മരണത്തിൻ്റെ നന്മ എന്ന് പറയുന്നത് മരണഭീതിയിൽ കിടന്ന മനുഷ്യരെ, അതിൻ്റെ അടിമകളായി കിടന്ന മനുഷ്യരെ, പിശാച് മനുഷ്യനെ ഭയപ്പെടുത്തി നിർത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മരണഭീതി എന്ന് പറയുന്ന ഭീതിയാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ അനേകായിരങ്ങളെ അതിൽ നിന്ന് പുറത്തേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പസ്തോലന്മാരായിരിക്കുന്ന മനുഷ്യരെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അവർ ഭയപ്പെട്ടില്ലല്ലോ. ആദ്യമകാലത്തെ 10,000-കണക്കിന് ശിഷ്യന്മാർ, ലക്ഷോപലക്ഷം ശിഷ്യന്മാർ, ഈ 2000 വർഷത്തിനിടയിൽ 5 കോടി രക്തസാക്ഷികളുണ്ടായി. അവരാരും ഭയപ്പെട്ടില്ല. എന്താ കാര്യമെന്ന് പറയുന്നത്, ഈ മരണത്തിനപ്പുറത്ത് എന്താണ് തങ്ങളെ കാത്തിരിക്കുന്നത്, തങ്ങളുടെ പ്രത്യാശ എന്താണ്, തങ്ങളുടെ ഭാവി എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഈ മനുഷ്യർക്ക് ഭയമില്ലായിരുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ഈ മരണത്തിലൂടെ ലഭിച്ചതായിരിക്കുന്ന നന്മ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് നല്ല ഉറപ്പ് ഉണ്ടായിരുന്നു. അത് യേശു കർത്താവിൻ്റെ മരണത്തിലൂടെ സംഭവിച്ചതാണ്. അത് ഈ മരണ ദിവസമാണ് ആ കാര്യത്തെ സാധ്യമാക്കി തന്നു, മരണത്തിലൂടെ. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ദുഃഖവെള്ളി എന്ന് വിളിക്കുന്നത്, ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്? ആ ദിനത്തെ നമ്മൾ ശരിയായിരിക്കുന്ന ഒരു വേദശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ കാണുമ്പോഴല്ലേ അതിൻ്റെ നന്മ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് ആളുകളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിലും ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിലും ക്രൈസ്തവ സഭയും അതിൻ്റെ നേതാക്കന്മാരും ഒക്കെ ഒത്തിരി പരാജയപ്പെട്ടു പോയി എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. പ്രിയമുള്ളവരെ, അത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമല്ല. ആ ദൗത്യം ഏറ്റെടുക്കുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മളെ അധികം സഹായിക്കട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവൻ പിശാചിനെയും അവൻ്റെ ശക്തിയെയും ക്രൂശിലെ മരണത്താൽ പരാജയപ്പെടുത്തി എന്ന കാര്യമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെയ്പ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യമായ കാഴ്ചയാക്കി എന്ന് വേദപുസ്തകം പറയുകയാണ്. പ്രിയമുള്ളവരെ, പിശാച് ഉണ്ടെന്നും ഇല്ലെന്നൊക്കെ പറയുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. അത് ഒരു മിഥ്യയാണെന്ന് പറയുന്നവരുണ്ട്, ഒരു നുണയാണെന്ന് പറയുന്നവരുണ്ട്, മതനേതാക്കന്മാർ പറഞ്ഞു ഫലിപ്പിച്ച ഒരു വ്യാജ കഥയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്, കൊമ്പും കൊഴലുമായിട്ട് പിശാച് നടക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പാടായിട്ട് പറയുന്നത്, വളരെ വ്യക്തമായി വിശുദ്ധ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എഴുതി തന്നിരിക്കുന്നത്, പൈശാചിക ശക്തികളുണ്ട്, പിശാചുണ്ട്, അവൻ്റെ കീഴിലെ ഭൂതഗണങ്ങളുണ്ട് എന്ന് പറയുന്ന കാര്യം ക്ലിയറായിട്ട് പറയുന്നുണ്ട്. എന്നാൽ കാൽവരിയിലെ ക്രൂശിൽ എന്താണ് സംഭവിച്ചത്? യേശുക്രിസ്തുവിൻ്റെ പരാജയമല്ല. പല ആളുകൾ നിങ്ങളുടെ രക്ഷിതാവ് ക്രൂശിൽ പരാജയപ്പെട്ടു പോയില്ലേ, അവൻ മരിച്ചില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ മരണം പരാജയത്തിൻ്റെ മരണമല്ല, മറിച്ചൊരു ജയോത്സവമാണ് എന്നാണ് പുതിയ നിയമം പഠിപ്പിക്കുന്നത്.
അതൊരു ജയോത്സവമാണ്. എന്തുകൊണ്ടാണ് ജയോത്സവമായിട്ടിരിക്കുന്നത്? ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ആയുധവർഗം വെക്കാനായിട്ട് ഇഷ്ടമായിരുന്നില്ല, പക്ഷെ പിശാചും ഭൂതങ്ങളും അവൻ്റെ സൈന്യമൊക്കെയും ആയുധവർഗം വെച്ച് പരാജയം സമ്മതിച്ചു. നമുക്കറിയാം, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താൽ പരാജയപ്പെടുന്ന രാജ്യത്തിൻ്റെ നേതൃത്വം ആ പരാജയപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു രേഖയിൽ ഒപ്പുവെക്കണം. പരാജയം സമ്മതിച്ചിരിക്കുന്നു, അതിൻ്റെ പ്രൊസീജിയേഴ്സിലൂടെ ഒക്കെ പോയാലേ സമ്മതിക്കുള്ളൂ എന്ന് പറയുന്ന പോലെ പിശാചിനെക്കുറിച്ച് അവരുടെ ദൂതഗണങ്ങളെക്കുറിച്ചും പറയുന്നത് ക്രൂശിൽ പരാജയം സംഭവിച്ചു, ആയുധവർഗം വൈപ്പിച്ചു. മാത്രമല്ല, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യമായ കാഴ്ചയാക്കി. പ്രിയമുള്ളവരെ, ക്രൂശ് എന്ന് പറയുന്നത് പരാജയത്തിൻ്റെ ഇടമല്ല, ക്രൂശ് എന്ന് പറയുന്നത് മഹത്വത്തിൻ്റെ ഇടമാണ്. മനുഷ്യൻ്റെ എല്ലാ ഭയങ്ങളിൽ നിന്നും എല്ലാ അടിമത്തത്തിൽ നിന്നും അവനെ എന്നേക്കുമായിട്ട് വിടുവിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഇടമാണ് കാൽവരിയിലെ ക്രൂശ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ദുഃഖവെള്ളി എന്ന് പറയുന്ന ദിവസത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? നമ്മളന്ന് കയ്പ് നീരും കുടിച്ച് ചെരുപ്പില്ലാതെ നടന്നാൽ നമ്മുടെ രക്ഷയാകുമോ? ഒരിക്കലും ആകില്ല. ഈ ദിവസം നടന്നത് എന്താണ്? യേശുക്രിസ്തു ക്രൂശിൽ എന്താണ് ചെയ്തത്? അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ നന്മ എന്താണ്? അതിൻ്റെ പ്രായോഗികമായിരിക്കുന്ന ആ വശങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി ആ വിശ്വാസത്തെ സ്വീകരിക്കുകയും യേശുക്രിസ്തുവിനെ ഹൃദയം തുറന്ന് രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്യുമ്പോഴല്ലേ യേശുക്രിസ്തു മുഖാന്തരമുള്ള ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകരപ്പെടുന്നത്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ കാൽവരിയിലെ മരണത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കിയെടുക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന കാര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ മരണത്തെ മനുഷ്യർ വ്യാഖ്യാനിക്കണം, ശരിയായി വ്യാഖ്യാനിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, അതിൻ്റെ നന്മ എന്താണ് എന്നുള്ള കാര്യം ശരിക്കും മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ പറയുമ്പം യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ മരണത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന പല ആശയങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആശയങ്ങളാണ്. അതിൽ ചിലത് ഞാൻ ഈ ദിവസം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നത് അത് ഒരു വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷയായിരുന്നു. ദൈവം നടത്തിയ ഒരു വീണ്ടെടുപ്പ് ശുശ്രൂഷയുടെ യാഥാർത്ഥ്യമാണ് കാൽവരിയിലെ ക്രൂശ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ ക്ലിയറായിട്ട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 1 പത്രോസ് 1-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പത്രോസ് എന്താ പറയുന്നത്? ഈ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള സത്യങ്ങൾ, വീണ്ടെടുപ്പ് എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ഉപദേശപരമായ യാഥാർത്ഥ്യങ്ങൾ, വേദശാസ്ത്രപരമായ സത്യങ്ങൾ വിശ്വാസികൾ അറിയണം. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് അത് എഴുതിയ സമയത്ത് 10,000-കണക്കിന് ക്രിസ്ത്യൻസ് അക്കാലത്ത് ഈ ലേഖനം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് പത്രോസ് പറയുകയാണ്, നിങ്ങൾക്കിത് അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഈ സത്യങ്ങൾ അറിഞ്ഞ മനുഷ്യരാണ്. ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിൽപ്പെട്ട ആളുകളും ഈ കാര്യങ്ങൾ അറിയണം. ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ മാറത്തടിച്ചും കരഞ്ഞും സങ്കടപ്പെട്ടും ഭാരപ്പെട്ടും കയ്പ് നീര് കുടിച്ചും ഇരിക്കേണ്ട ആളുകളല്ല. പിന്നെ എന്താണ് സംഭവിക്കേണ്ടത്? എൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കി, എനിക്ക് സ്വാതന്ത്ര്യം വന്നിരിക്കുന്നു, ക്രിസ്തുയേശുവിൽ ഞാനൊരു പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു, ദൈവത്തിന് സ്തോത്രം, കർത്താവേ നിനക്ക് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം കരയേറ്റുന്നു എന്ന് പറയേണ്ടുന്ന ദിവസമാണ്. പ്രിയമുള്ളവർ, ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണ് വീണ്ടെടുപ്പ്. എന്താ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടെടുപ്പ് എന്ന് പറയുന്ന വാക്കിൻ്റെ സാമാന്യ അർത്ഥം വില കൊടുത്ത് വാങ്ങുക എന്നാണ്. നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ വില കൊടുത്ത് വാങ്ങി. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന കാര്യം, ദൈവജനത്തെ വില കൊടുത്ത് വാങ്ങിയ ദിവസമാണ്. എവിടെ നിന്ന്? മരണത്തിൽ നിന്ന്, പൈശാചികമായ അടിമത്തത്തിൽ നിന്ന്, നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന്. വെറുതെ വാങ്ങുകയല്ല ചെയ്തത്, വില കൊടുത്തു വാങ്ങി. എന്താണ് കൊടുത്തിരിക്കുന്ന വില? അപ്പോസ്തലൻ ഇവിടെ പറയുന്നുണ്ട്, പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പൊന്നിനും വെള്ളിക്കും ഒക്കെ ഭയങ്കര വിലയാണ്, നമുക്കറിയാം. ഇനിയും കൂടുമോയെന്ന് നമുക്കറിയില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയും, ഇതെല്ലാം അഴിഞ്ഞു പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന, ഇല്ലായ്മപ്പെട്ടു പോകുന്നതായിരിക്കുന്ന ലോഹങ്ങളാണ്, വിലയേറിയതാണ്. പക്ഷേ ഇതിനൊന്നും ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് തുല്യം വിലയുള്ളതല്ല. അവയെ കൊണ്ടൊരു മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് സാധ്യമല്ല. അവനെ ഈ വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ഒരു മനുഷ്യനെ വീണ്ടെടുത്ത് ദൈവരാജ്യത്തിലാക്കി വയ്ക്കുവാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന്.
പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പല പാരമ്പര്യങ്ങളിലും പല മതപശ്ചാത്തലങ്ങളിലും പല കാഴ്ചപ്പാടുകളുള്ള വിഭാഗങ്ങളിലൊക്കെ ജനിച്ച് വളർന്ന ആളുകളാണ്. നമ്മൾ പറയുന്നത് അതെല്ലാം ഗ്രേറ്റ് ആണെന്ന് ഞാനും സമ്മതിക്കുന്നു. ലോകത്തിലെ പ്രിയമുള്ളവർ, ഒത്തിരി ട്രഡീഷൻസ് ഉണ്ട്, ഒത്തിരി ഐതിഹ്യങ്ങളുണ്ട്, ഒത്തിരി കാഴ്ചപ്പാടുകളൊക്കെ നല്ലതാണ്. പല അർത്ഥത്തിൽ അതിനകത്തൊക്കെ പല നന്മകൾ ഉണ്ട്. പക്ഷേ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അവയെല്ലാം ശൂന്യമാണ്, യാതൊരു പ്രയോജനവുമില്ല. ഒരു മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് പാരമ്പര്യങ്ങൾക്കോ ഹെറിറ്റേജ് കൊണ്ടോ അല്ലെങ്കിൽ നല്ല മാതാപിതാക്കളെ കൊണ്ടോ നല്ല സമുദായത്തെ കൊണ്ടോ പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ ഒരു മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. വീണ്ടെടുപ്പിൻ്റെ വില എന്ന് പറയുന്നത് മനുഷ്യർക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല, അത് ദൈവത്തിനെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ദൈവം അത് കൊടുത്തു. കാൽവരിയിലെ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവനെ ആ വീണ്ടെടുപ്പ് വിലയായിട്ട് കൊടുത്തു. പ്രിയമുള്ളവരെ, നമ്മുടെ വില എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജീവനാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശു ക്രിസ്തു തൻ്റെ ജീവനെ കൊടുത്ത ദിവസമാണ് ഈ ദിവസം. അതിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. എന്നാൽ അത് എനിക്ക് വേണ്ടിയായിരുന്നു, എന്നെ വീണ്ടെടുക്കാൻ യേശു കർത്താവ് കൊടുത്ത വീണ്ടെടുപ്പിൻ്റെ വിലയായിരുന്നു ഇതെന്ന് മനസ്സിലാക്കുവാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ ഈ ദിവസമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന് 45-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, എന്ന് പറഞ്ഞാൽ താൻ ഒരു ചെയറിലിരുന്നിട്ട് എന്നെ ശുശ്രൂഷിച്ചോ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന കൊടുക്കാൻ വേണ്ടിയല്ല കർത്താവ് ലോകത്തിലേക്ക് വന്നത്. ശുശ്രൂഷിപ്പാൻ എന്ന് പറഞ്ഞാൽ മറ്റു മനുഷ്യരെ ശുശ്രൂഷിക്കാൻ. അതെങ്ങനെയാണ്? അതിൻ്റെ വിശദാംശം കർത്താവ് പറയാണ്. അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. എല്ലാവർക്കും യേശു കർത്താവ് ചായ ഉണ്ടാക്കി കൊടുത്തില്ല, എല്ലാവരുടെ അടുത്ത് ഫുഡ് എത്തിച്ചു കൊടുത്തില്ല, എല്ലാവരുടെയും കൈ തിരുമ്മി കൊടുത്തോ കാല് തിരുമ്മി കൊടുത്തോ ഇതൊന്നും ചെയ്തില്ല. എന്നാൽ മറ്റുള്ളവരെ കർത്താവ് എങ്ങനെ ശുശ്രൂഷ ചെയ്തു എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് തൻ്റെ ജീവനെ ഒരു മറുവിലയായി കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഒരു റിഡംറ്റീവ് പ്രൈസായിട്ട്, വീണ്ടെടുപ്പിൻ്റെ വിലയായിട്ട് യേശു ക്രിസ്തു തൻ്റെ ജീവനെ കാൽവരിയിലെ ക്രൂശിൽ കൊടുത്തു. 1-2 ആളുകൾക്ക് വേണ്ടിയല്ല, അനേകർക്ക് വേണ്ടി. അനേകർ എന്ന് പറയുന്നതിനകത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിനായിരിക്കുന്ന മനുഷ്യർ ഉണ്ട്. അപ്പോൾ ഇത്രയും ആളുകളെ പർച്ചേസ് ചെയ്യാനുള്ള വില, അതിൻ്റെ മൂല്യം യേശു ക്രിസ്തുവിനുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അതിൻ്റെ കാരണം അവൻ സാക്ഷാൽ ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് വന്നവനാണ്. അവൻ്റെ ജീവന് ഈ മനുഷ്യരെ മുഴുവൻ വില കൊടുത്ത് വാങ്ങുവാൻ തക്കവണ്ണം മൂല്യമുണ്ട് എന്ന കാര്യം പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രിയമുള്ള ശ്രോതാക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ദിവസത്തിന് ഇങ്ങനെ ഒരു പ്രാധാന്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശരിയാണ്, യൂതന്മാർ യേശു ക്രിസ്തുവിനെ കൊന്നു, റോമാക്കാർ അവനെ അറസ്റ്റ് ചെയ്തു, അവനെ ഒത്തിരി നിന്ദിച്ചു, ഒത്തിരി പ്രയാസപ്പെടുത്തി, തലയിൽ മുൾക്കിരീടം വെച്ചു, അപമാനിച്ചു, ക്രൂശിൽ പരസ്യമായി ക്രൂശിച്ചു, വലിയ നിന്ദയും വലിയ പീഡയും അവനെ ഏൽപ്പിച്ചു. അതോർത്ത് നമ്മൾ ദുഃഖിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുകയല്ല വാസ്തവത്തിൽ വേണ്ടത്. പിന്നെയോ അവൻ അതിലൂടെ കഴിച്ച വീണ്ടെടുപ്പ് ശുശ്രൂഷയുടെ ഗുണഭോക്താവായി ഞാൻ തീരുന്നതിലാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്തോഷം എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. പക്ഷേ ഒത്തിരി മനുഷ്യർ അതിനെ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ദൈവം അതിന് കൃപ നമുക്ക് തരട്ടെ. മറ്റൊരു വിധത്തിൽ കർത്താവിൻ്റെ മരണത്തെ വ്യാഖ്യാനിക്കുന്ന വിധം എങ്ങനെയാണ്? യേശുക്രിസ്തുവിൻ്റെ മരണമെന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയുള്ള ഒരു പകരം മരണ യാഗമായിരുന്നു എന്ന വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയും, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. വേണ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രയോജനത്തിനായി, നമ്മുടെ നന്മയ്ക്കായി തീർന്നില്ല, നമ്മുടെ സ്ഥാനത്ത് യേശു ക്രിസ്തു മരിച്ചു. പ്രിയമുള്ളവർ, യേശുക്രിസ്തുവിൻ്റെ മരണത്തെ പുതിയ നിയമത്തിൽ അപ്പസ്തോലന്മാർ വ്യാഖ്യാനിക്കുന്ന വിധം ഇങ്ങനെയാണ്. യേശുക്രിസ്തുവിൻ്റെ മരണം ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി, പകരം മരണയാഗം എന്ന അർത്ഥത്തിലാണ്. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് ഒരു പർപ്പസ് ഇല്ലാതെയല്ല, വെറുതെ അല്ല, ഒരു സഹതാപം തോന്നി മരിച്ചതല്ല, നിക്കക്കള്ളി ഇല്ലാതെ മരിച്ചതല്ല, ശത്രുക്കൾ തന്നെ കീഴ്പ്പെടുത്തി കൊന്നതല്ല. പിന്നെ എന്താണ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നത്? അവൻ നമുക്ക് വേണ്ടി, നമ്മുടെ സ്ഥാനത്ത്, നമ്മെ രക്ഷിക്കുവാൻ, നമ്മളെ വീണ്ടെടുക്കുവാൻ നമ്മുടെ സ്ഥാനത്തേക്ക് കയറി നിന്ന് ക്രൂശിൽ മരിച്ചു. പ്രിയമുള്ളവർ, അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ ഒരു ആപ്ലിക്കേഷനുണ്ട്. അവൻ എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ, എൻ്റെ സ്ഥാനത്ത് മരിച്ചുവെങ്കിൽ, അതിനെ തുടർന്ന് വരുന്ന ചോദ്യമാണ്, ഞാൻ ഈ എന്തിനാണ് ശിക്ഷ അനുഭവിക്കുന്നത്? ഞാൻ എന്തിനാണ് നരകത്തിൽ പോകുന്നത്? ഞാൻ എന്തിനാണ് ഭാരപ്പെടുന്നത്, ഭയപ്പെടുന്നത്? എൻ്റെ വില കർത്താവ് കൊടുത്തു, എൻ്റെ ശിക്ഷ അവനെ ഏറ്റെടുത്തു. അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി.
അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം ലഭിച്ചുമിരിക്കുന്നു. അതിനെ സ്വീകരിക്കാനുള്ള വഴി വിശ്വാസമാണ്. വിശ്വാസത്താൽ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ് ഈ ദിവസം നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനെ നമ്മൾ വെറുതെ നല്ല ആളാണെന്ന് പറയുന്നതാണോ നല്ലത്? ആ മനുഷ്യൻ ചരിത്രത്തിൽ ചെയ്ത കാര്യങ്ങളെ ശരിയായി മനസ്സിലാക്കി അംഗീകരിക്കുകയാണോ? ഏതാ ശരിക്കുള്ള അർത്ഥം എന്ന് പറയുന്നത്? ഒരു മനുഷ്യൻ വാസ്തവത്തിൽ ചെയ്ത കാര്യം എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞ് അംഗീകരിക്കുമ്പോഴാണ് അംഗീകരണം ശരിയാകുന്നത്. യേശു കർത്താവ് മരിച്ചു, കഷ്ടം അനുഭവിച്ചു എന്ന് പറയുന്നതിലല്ല. യേശു ക്രിസ്തു മരിച്ചു, കഷ്ടം അനുഭവിച്ചു എന്ന് നമ്മൾ ഞായറാഴ്ചകളിൽ പറയുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പർപ്പസ് എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി അവനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നിടത്താണ് ഇതിൻ്റെ അനുഗ്രഹവും സന്തോഷവും ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്നവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇത് നാളത്തേക്ക് മാറ്റിവെക്കരുത്. ഇന്നാണ് ആ ദിവസം, ഇന്നാണ് ഇത് സ്വീകരിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും പറയുന്നത് ദൈവത്തിൻ്റെ സുവിശേഷം, യേശു ക്രിസ്തുവിൻ്റെ ഗോസ്പൽ ട്രൂത്തുകൾ കേൾക്കുന്ന സമയത്ത് ചിലപ്പം പറയാറുണ്ട് 2 ദിവസം കൊണ്ട് കഴിയട്ടെ, കുറച്ചുകൂടെ കഴിയട്ടെ എന്നൊക്കെ പറയും. അങ്ങനെയല്ല. ഇന്ന് ഈ ദിവസം ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ദിവസം നിങ്ങളുടെ ദിവസമാക്കി മാറ്റുക. എങ്ങനെ? യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട്, ഈ സത്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, അംഗീകരിച്ചുകൊണ്ട് സ്വീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം വചനം കേട്ട് ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ ജീവിതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.